ഹേ ഗൈസ്, അപ്പം നമ്മളിനി അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് സെന്റ് ഫിലോമിനാസ് ചർച്ചിലേക്കാണ്. ഏഷ്യയിലെ ടോളസ്റ്റ് ചർച്ചസിൽ ഒന്നാണിത്. 1936 ഇത് നിർമ്മിച്ചത്. ഉള്ളിൽ കയറി കുറച്ചു നേരം ഞങ്ങൾ ഇരുന്നു. എന്നിട്ട് ഇത് ഏട്ട എന്നെ വിളിച്ച് പോവുകയാണ്. ഇതിന്റെ താഴേക്ക് നടന്നാൽ അവിടെ ഒരു മാതാവിന്റെ രൂപമുണ്ട്. ശരിക്കും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. കുറച്ചു നേരം ഇരുന്നപ്പോഴേക്കും തന്നെ മൈൻഡൊക്കെ ഒന്ന് കൂളായിട്ടുണ്ട്. അവിടെ നിന്ന് മാതാവിനെയും കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ വഴി കണ്ടോ, ഇതൊക്കെ കല്ലറകളാണ് എന്നാണ് ഏട്ടൻ ഈ പറഞ്ഞു തരുന്നത്. ഓരോന്നിലും പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഉച്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ചോറാണ് പറഞ്ഞത്. ഇവിടുത്തെ ഊണ് എങ്ങനെയാണെന്ന് അറിയാതെ പേടിച്ചാണ് ഓർഡർ ആക്കിയത്. പക്ഷേ ഗൈസ്, ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചോറിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് പായസവും ഉണ്ടായിരുന്നു. പായസവും അടിപൊളിയായിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കഴിച്ചിട്ട് ഞാൻ ഫിനിഷ് ആക്കിയിട്ട് ഇരിക്കുകയാണ് അവിടെ. അവിടുന്ന് നമ്മൾ നേരെ പോയത് മൈസൂർ പാലസിലേക്കാണ് ഗൈസ്. ഫോട്ടോസിലൊക്കെ അല്ലാതെ നേരിട്ട് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും ആവശ്യത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. അകത്ത് കുറച്ച് നടന്ന് കാണാനുണ്ട്. ഇതൊക്കെ അവിടുത്തെ രാജാക്കന്മാരും ഫാമിലി ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കണ്ണാടി കണ്ടു. എല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ട് ഞങ്ങളും 2 ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് അവിടുത്തെ രാജാവാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്ത് നല്ല രസമായിരുന്നെന്ന് അറിയാവോ. ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ധീര സിനിമയാണ് ഓർമ്മ വന്നത്. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ആൾക്കാരൊക്കെ ഇരിക്കാനുള്ള ഒരു ഏരിയയാണ്. ആൾക്കാരെന്ന് ഉദ്ദേശിച്ചത് കൊട്ടാരത്തിലെ ആൾക്കാരെയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ കണ്ടിറങ്ങി ഇനി നമ്മൾ തിരിച്ചു പോകാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ബൈ.